വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യേക മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് മന്ത്രിസഭയുടെ അവസാന കാലത്തെ കടുംവെട്ട് തീരുമാനങ്ങൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ചർച്ചയാകും. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? കൂടുതൽ വിവരങ്ങൾ കൂടി. ഗ്രീഷ്മ, കഴിഞ്ഞ യുഡിഎഫ് സർക്കാരിന്റെ അവസാന കാലത്ത് കൈക്കൊണ്ട വിവാദ ഉത്തരവിന്മേലുള്ള പരിശോധനകളാണ് മന്ത്രിസഭാ ഉപസമിതി പരിശോധിച്ചിരുന്നത്. അതിന്റെ പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും മെത്രാൻ കായൽ, കടമക്കുടി ഉൾപ്പെടെയുള്ള വിവാദ ഉത്തരവുകൾ അന്ന് ഉത്തരവിന് പിന്നാലെ തന്നെ വിവാദമായ സാഹചര്യത്തിൽ അവ റദ്ദാക്കിയിരുന്നു. എന്നാൽ അതുൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിച്ചതിൽ കൂടുതലായും റവന്യൂവിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നത്. ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഈ വിവാദ ഉത്തരവുകളിലെല്ലാം അതാത് വകുപ്പ് തലത്തിലും പ്രത്യേകമായി തന്നെ പരിശോധനകൾ നടന്നിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയായതും അതോടൊപ്പം തന്നെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് ഇതിൽ അന്തിമ തീരുമാനമെടുക്കാനുമായി മാറ്റിവെച്ചത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇതിലൊരു വിശദമായ ചർച്ച തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഉത്തരവുകളിന്മേലുള്ള ഒരു നിയമോപദേശം തേടുന്നതിലേക്ക് വരെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവയിലുള്ള ഒരു അന്തിമ ചർച്ച തന്നെയാണ് ഇപ്പോൾ ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസമായി രാഷ്ട്രീയ സംഘർഷം തുടരുന്ന താനൂർ ശാന്തമാകുന്നു. 114 പേരാണ് വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ലീഗ് പ്രവർത്തകർ ചാപ്പപ്പടി കോർമൻ കടപ്പുറത്ത് അക്രമം അഴിച്ചുവിട്ടത്. 30ഓളം വീടുകളും നിരവധി വാഹനങ്ങളും അക്രമികൾ അഗ്നിക്കിരയാക്കി. മീൻ ചാപ്പകളും ബോട്ട് യന്ത്രങ്ങളും കത്തി നശിച്ചു. കല്ലേറിൽ 2 CIമാർക്ക് പരിക്കേറ്റിരുന്നു. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസ് 3 റൗണ്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു. MSB ബറ്റാലിയൻ ഉൾപ്പെടെ 200ഓളം പോലീസുകാരാണ് ഇപ്പോൾ താനൂരിൽ ക്യാമ്പ് ചെയ്യുന്നത്. താനൂർ ഏറെക്കുറെ ശാന്തമായി കഴിഞ്ഞു. 114 പേരെ വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 18 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. LDF നേതാക്കൾ ഇന്ന് സംഘർഷ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. താനൂർ ആക്രമണം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സംഘർഷം നിയന്ത്രണ വിധേയമാക്കുകയാണ് പോലീസ് ചെയ്തത്. കണ്ടാലറിയാവുന്ന 2000-ൽ പരം പേർക്കെതിരെ കേസെടുത്തെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. താനൂരെ അക്രമ സംഭവങ്ങളിൽ പോലീസ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷത്തു നിന്നും N. ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. താനൂരെ അക്രമം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. സംഘർഷം നിയന്ത്രിക്കാനുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. അക്രമ സംഭവങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. താനൂരിലെ അക്രമ സംഭവം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയാണ്. ഉത്തരമേഖല DGP, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പ്രദേശത്ത് സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് മുൻകൈയെടുത്തു വരുന്നു. രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കേണ്ട പോലീസ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ പരാജയമാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ താനൂരിൽ ലീഗ് പ്രവർത്തകരാണ് അക്രമത്തിന് നേതൃത്വം നൽകുന്നതെന്നും സ്ത്രീകളെ പോലും അവർ അപമാനിക്കുന്നതായും സ്ഥലം MLA V. അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങുകയും സ്പീക്കർക്ക് നേരെ കയർക്കുകയും ചെയ്തു. അത് നിങ്ങൾ ഉന്നയിക്ക് ഇവിടെ വന്നിട്ടല്ല. നിങ്ങൾക്ക് അടിയന്തര പ്രമേയ വിഷയത്തേക്കാൾ അടിയന്തരമായതാണ് സ്പീക്കറോടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും പോലീസിനെ ഉപയോഗിച്ച് ലീഗിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും S. ഷീജ. സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതികാവസ്ഥ സംബന്ധിച്ച് സർക്കാർ ഉടൻ ധവളപത്രമിറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യ നിക്ഷേപം കാരണം കേരളം വിപുലമായ സെപ്റ്റിക് ടാങ്കായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സേവനാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ ഒഴിവാക്കുകയില്ലെന്നും മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ നദികളും കായലുകളും മാലിന്യ നിക്ഷേപം കൊണ്ട് നശിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി കേരളം വിപുലമായ സെപ്റ്റി ടാങ്കായി മാറുന്നുവെന്നും
ഇതിന് അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ടെന്നും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി സംബന്ധിച്ച അവസ്ഥ വ്യക്തമാക്കുന്ന കരട് ധവളപത്രം തയ്യാറായിട്ടുണ്ട്. ഇത് കാലതാമസം കൂടാതെ അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. പരിസ്ഥിതി പ്രശ്നം നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി കാണേണ്ട കാര്യം നമ്മുടെ കേരളം ഒരു വിപുലമായ സെപ്റ്റിക് ടാങ്കായി മാറുന്നു എന്നുള്ളതാണ്. ഇതിന് ആവശ്യമായ ഒരു നടപടിയും ഫലപ്രദമായി നമുക്കിതേവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് സംസ്കരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് കേന്ദ്രീകരിച്ച് സംസ്കരിക്കുന്നതിന് പകരം വികേന്ദ്രീകൃതമായ രീതിയിൽ സംസ്കരിച്ച് പോകുന്ന നില വേണം. ഇപ്പോൾ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ പല നദികളിലെയും വെള്ളം മലിനമായി കിടക്കുന്നു. ഇതിലെല്ലാം ഈ അംശങ്ങൾ നല്ലതുപോലെ കാണുകയാണ്. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ നമ്മൾ തന്നെ തകർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിൽ കൂടുതൽ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഈ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേന്ദ്രീകൃത പ്ലാന്റുകൾ സ്ഥാപിക്കും. മറ്റ് രാജ്യങ്ങളിലെ ഈ വേസ്റ്റുകൾ സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ അനുവദിക്കുകയില്ല എന്ന സർക്കാർ നിലപാടും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. സർക്കാർ ഓഫീസുകളിൽ സമയബന്ധിതമായി ഫയലുകൾ തീർപ്പ് കൽപ്പിക്കുക, ഉദ്യോഗസ്ഥർ എത്രനാൾ ഫയലുകൾ സൂക്ഷിക്കാം എന്നീ കാര്യങ്ങളിൽ സർക്കാർ ഫലപ്രദമായി നടപടി സ്വീകരിക്കുമെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സേവനാവകാശ നിയമം 121 വകുപ്പുകളിൽ നടപ്പാക്കിയിട്ടുണ്ട്. സേവനാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കും. നിയമം സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. സംസ്ഥാനത്ത് ഒരു സംഘം വികസന വിരോധികൾ ഉണ്ടെന്ന് താൻ പറഞ്ഞത് പരിസ്ഥിതിവാദികളെ ഉദ്ദേശിച്ചല്ലെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. 2016 ഏപ്രിൽ 1 മുതൽ 2017 ഫെബ്രുവരി 28 വരെ സംസ്ഥാനത്ത് 35,618 വാഹനാപകടങ്ങളുണ്ടായി. ഇതിൽ 3,749 പേർ മരണപ്പെട്ടു. 27,280 പേർക്ക് ഗുരുതര പരിക്കേറ്റതായും ഒരു ചോദ്യത്തിന് മറുപടിയായി ഗതാഗത മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. സംസ്ഥാനത്തെ തിയേറ്റർ കോംപ്ലക്സ്, മൾട്ടിപ്ലക്സ് എന്നിവയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കടകളിൽ MRPയേക്കാൾ കൂടുതൽ വില ഈടാക്കിയ സംഭവത്തിൽ 12 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി തിലോത്തമൻ സഭയിൽ പറഞ്ഞു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. റൂളിംഗ് നൽകിയ വിഷയങ്ങൾ വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കുന്നതും പുറത്ത് ചർച്ച ചെയ്യുന്നതും ശരിയല്ലെന്ന് സ്പീക്കർ. നിയമസഭ രാഷ്ട്രീയ കോടതിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാടക പരാമർശം പ്രതിപക്ഷം വീണ്ടും സഭയിൽ ഉന്നയിച്ചപ്പോഴായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കാത്തതും രേഖകളിൽ നിന്ന് നീക്കാത്തതും ഖേദകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 2 ദിവസമായി അനിതര സാധാരണമായ നടപടികളാണ് സഭയിലുണ്ടാകുന്നത് എന്ന മുഖവുരയോടെയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വീണ്ടും നിലപാട് വ്യക്തമാക്കിയത്. നിയമസഭ രാഷ്ട്രീയ കോടതിയല്ലെന്നും രാഷ്ട്രീയ ആരോപണങ്ങളിൽ പക്ഷം പിടിക്കാനോ വിധി കൽപ്പിക്കാനോ താനില്ലെന്നും സ്പീക്കർ പറഞ്ഞു. രാഷ്ട്രീയമായ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അതിലൊരു പക്ഷം ചേർന്ന് ഒരു നിലപാട് സ്വീകരിക്കാനോ വിധി കൽപ്പിക്കാനോ ചെയറിന് സാധിക്കുകയില്ല. നിയമസഭ ഒരു രാഷ്ട്രീയ കോടതിയല്ല, അധ്യക്ഷൻ ഒരു രാഷ്ട്രീയ ജഡ്ജിയുമല്ല. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അവസരം നൽകാറുണ്ട്. റൂളിംഗ് നൽകിയ വിഷയങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നതും സഭയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യുന്നതും ശരിയല്ല. തുടർച്ചയായി ആ റൂളിംഗുമായി ബന്ധപ്പെട്ട ചർച്ച സഭയ്ക്കകത്തും പുറത്തും നടക്കുന്നത് ഈ സഭയുടെ അന്തസ്സിന് ചേർന്നതാണോ എന്ന് സഭാംഗങ്ങൾ പരിശോധിക്കണം. ചർച്ചകൾ പലപ്പോഴും പരിധി വിടുന്നതായും സ്പീക്കർ പറഞ്ഞു. ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം KC ജോസഫ് വീണ്ടും ഉന്നയിച്ചപ്പോഴായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. റൂളിംഗുകൾ പുറത്ത് ചർച്ച ചെയ്യുന്നതും സ്പീക്കർക്കെതിരെ ആരോപണമുന്നയിക്കുന്നതും ചരിത്രത്തിലാദ്യമായാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി AK ബാലനും ചൂണ്ടിക്കാട്ടി. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ പോലീസിന് ഹൈക്കോടതിയുടെ അനുമതി. അഭിഭാഷകൻ മറ്റന്നാൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം. പോലീസ് പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ ഡിവൈഎസ്പി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. നടിയെ ആക്രമിക്കുന്ന സമയത്ത് ഉപയോഗിച്ച മൊബൈൽ ഫോൺ അഭിഭാഷകനെ ഏൽപ്പിച്ചിരുന്നുവെന്ന് സുനിയുടെ കുറ്റസമ്മത മൊഴിയുള്ളതായി പോലീസ് കോടതിയെ അറിയിച്ചു. അതിക്രമം നടത്തുന്ന സമയത്ത് സുനി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും സിം കാർഡുകളും മെമ്മറി കാർഡും ഉൾപ്പെടെ 4 ബാഗുകൾ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതിനാൽ അഭിഭാഷകനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയെ ധരിപ്പിച്ചു. ഇതേ തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാവണമെന്ന പോലീസിന്റെ നോട്ടീസിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയായിരുന്നു.
ഇന്ന് ശരീരസുഖമില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് മറ്റന്നാൾ രാവിലെ 10-നും 2 മണിക്കുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. താൻ ഹാജരാകുന്ന വേളയിൽ അവിടെ മാധ്യമങ്ങളെ വിലക്കണമെന്ന് അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. CA വിദ്യാർത്ഥിനി മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ യുവാവിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മരണത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുള്ള പിറവത്തെ ഹർത്താൽ തുടരുകയാണ്. അതിനിടെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യുവാവിന്റെ മൊഴികളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് മിഷേലിന്റെ മരണം ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. പിറവം സ്വദേശിയായ ക്രോണിൻ അലക്സാണ്ടർ നശിപ്പിച്ച SMS ഉൾപ്പെടെയുള്ളവ സീഡാക്കിന്റെ സഹായത്തോടെ പോലീസ് തിരിച്ചെടുക്കുകയായിരുന്നു. പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയത്. എന്നാൽ മിഷേലിന്റെ മരണത്തിൽ പങ്കില്ലെന്നാണ് ക്രോണിൻ പ്രതികരിച്ചത്. എൻ്റെ അടുത്ത് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പോയത്. ഞങ്ങൾ വഴക്കിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏത് റിലേഷൻഷിപ്സിലും ഉണ്ടായിരുന്നു എനിക്ക് ചെറിയ പണക്ക്, അല്ലാണ്ട് അതിൽ കൂടുതൽ ഞങ്ങളുടെ ഇതിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് വരെ തിരിച്ചു അല്ലെങ്കിൽ തിങ്കളാഴ്ച വിളിച്ചോളാന്ന് പറഞ്ഞായിരുന്നു. എനിക്കറിയില്ല, പിന്നെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ രാവിലെ സ്വിച്ച് ഓഫ് ആണ് വിളിക്കായിരുന്നു. അതിനിടെ മിഷേൽ മരണപ്പെട്ട ദിവസം ഇവരുമായി സാമ്യമുള്ള പെൺകുട്ടിയെ ഗോശ്രീ പാലത്തിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് പുതുവൈപ്പ് സ്വദേശി അമൽ വിൽഫ്രഡ് പോലീസിന് മൊഴി നൽകി. ഞാനിവിടുന്ന് എറണാകുളത്തേക്ക് പോകുമായിരുന്നു. ഒരു 7:45 കഴിഞ്ഞപ്പോഴാണ് വോക്ക് വേ ഇല്ലാത്ത സൈഡിൽ കൂടി ഒരു പെണ്ണ് നടന്നു പോകുന്നത് ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല, അവിടെ പെണ്ണെ കണ്ടില്ല. മരട് കോടതിയിൽ ഹാജരാക്കിയ ക്രോണിനെ ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തു. ആവശ്യമെങ്കിൽ പ്രതിയെ അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ആത്മഹത്യയാണ് എന്ന പോലീസ് വാദം അംഗീകരിക്കാനാകില്ലെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഭവം സംബന്ധിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊട്ടിയൂർ പീഡനക്കേസിൽ 4 പ്രതികളും 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഫാദർ തോമസ് തേരകം ഉൾപ്പെടെയുള്ള 4 കൂട്ടുപ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. കണ്ണൂർ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ കൂട്ടുപ്രതികളാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. വയനാട് ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ ഫാദർ തോമസ് തേരകം, കന്യാസ്ത്രീകളായ ഒഫീലിയ, ബെറ്റി ജോസ്, പള്ളിയിലെ കുശിനിക്കാരി തങ്കമ്മ എന്നിവരുടെ അപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. 4 പേരും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നും ഇവർക്ക് ജാമ്യം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് ഡയറി പരിശോധിച്ചതായും പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണെന്നും കോടതി വിലയിരുത്തി. 2 മാസത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. 30,000 രൂപയും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യവും ഉണ്ടാകണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകളും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൊട്ടിയൂർ നീണ്ടുനോക്കി പള്ളി വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ റോബിൻ വടക്കുംചേരിയാണ് കേസിലെ 1-ാം പ്രതി. 16-കാരിയെ പീഡിപ്പിച്ച റോബിനെ സഹായിച്ചുവെന്നതാണ് മറ്റു പ്രതികൾക്കെതിരെയുള്ള കേസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം മംഗലപുരത്ത് ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾക്കെതിരെ പോക്സോ ചുമത്തും. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും ഗർഭഛിദ്രം നടത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവാണ് പിടിയിലായത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് തിരുവനന്തപുരം മംഗലപുരം സ്വദേശിയായ 16 വയസ്സുള്ള ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉള്ളത്. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും മുൻപ് ഒരു തവണ ഗർഭഛിദ്രം നടത്തിയിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവ് രാജേഷിനെ മംഗലപുരം പോലീസ് പിടികൂടി. ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമായി വരുമെന്നതാണ് പോലീസിന്റെ നിലപാട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ ഗർഭഛിദ്രം ചെയ്തു കൊടുത്ത ഡോക്ടറെയും ആശുപത്രി അധികാരികളെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും. ഒപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർ സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപവും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ പോക്സോ നിയമം ചുമത്തിയേക്കും. ബന്ധുക്കളടക്കമുള്ള കൂടുതൽ ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ ജിഷ്ണുവിന്റേതാണെന്ന് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. ജിഷ്ണുവിന്റെ രക്തഗ്രൂപ്പായ O പോസിറ്റീവ് രക്തം തന്നെയാണ് ഇടിമുറിയിൽ നിന്നും ലഭിച്ചത്. ശാസ്ത്രീയ പരിശോധനകൾക്കായി മാതാപിതാക്കളുടെ DNA പരിശോധന നടത്തും. നെഹ്റു കോളേജിലെ ഇടിമുറി എന്നറിയപ്പെടുന്ന മുൻ PRO സഞ്ജിത്ത് വിശ്വനാഥന്റെ മുറിയിൽ നിന്നും ജിഷ്ണു താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്നും അന്വേഷണ സംഘം രക്തക്കറകൾ കണ്ടെത്തിയിരുന്നു. കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഫെബ്രുവരി 16-ന് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച രക്തസാമ്പിളുകൾ ജിഷ്ണുവിന്റെ രക്തഗ്രൂപ്പായ O പോസിറ്റീവ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനായാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ, അമ്മ മഹിജ എന്നിവരിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് രക്തക്കറയുമായി താരതമ്യ പഠനം നടത്താനാണ് തീരുമാനം.
ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. DNA പരിശോധനാ ഫലം ലഭിക്കുന്നതോടെ ജിഷ്ണുവിന് കോളേജിൽ വെച്ച മർദ്ദനം ഏറ്റിരുന്നുവെന്ന അന്വേഷണ സംഘത്തിന്റെ വാദത്തിന് കൂടുതൽ ബലം ലഭിക്കും. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കെതിരെ കേസെടുത്തിട്ട് 1 മാസം പിന്നിട്ടെങ്കിലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന അടക്കം 8 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്തിക്കുന്നതിനൊപ്പം ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താനും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കോളേജിലെ CCTV ഹാർഡ് ഡിസ്കുകളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലവും കേസിൽ നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോലീസ് കാക്കിയുടെ വില കാണിക്കണമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. പ്രതികളെ ജയിലിൽ അടച്ച ജിഷ്ണുവിനൊപ്പമാണ് പോലീസ് നിൽക്കേണ്ടത്. കൃഷ്ണദാസിന്റെ പണം കണ്ട് പോലീസ് വാലാട്ടരുതെന്നും ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു. രക്തത്തിന്റെ ഏറ്റവും വലിയ തെളിവ് രക്തം എന്ന് വെച്ചാൽ അതിലും വലിയ തെളിവ് ഇനി എന്ത് തെളിവാ കിട്ടുവാനുള്ളത്? അതാണ് എനിക്ക് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഈ തെളിവ് കിട്ടി ഇനി ഇവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം, പോലീസ് അറസ്റ്റ് ചെയ്യണം, അതാ വേണ്ടത്. എന്നിട്ട് ഒരു ശക്തി കാണിച്ചു കൊടുക്കണം. അല്ലാതെ കൃഷ്ണദാസിന്റെ നേരെ മുട്ടുമടക്കി കീഴടങ്ങും പോയിട്ട് കാല് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത് പോലീസ്. ഈ ഇട്ട കാക്കിക്ക് വില കാണിച്ചു തരുക, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ ജിഷ്ണുവിന്റെ പ്രതികളെ കൊണ്ട് കോടതിയിൽ ജയിലിലെത്തി എന്നുള്ളത് കാണിച്ചു തരുക ചെയ്യേണ്ടത്. ഇവരെ പിടിച്ചു കൊണ്ടുവരിക ചെയ്യേണ്ടത്. ഗോവയിൽ മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇത് 4ാം തവണയാണ് പരീക്കർ മുഖ്യമന്ത്രിയാവുന്നത്. ഗോവയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ കോടതി നിർദ്ദേശം നൽകി. വിശ്വാസ വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കും. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നിയമസഭാ കക്ഷി നേതാവ് ബിരേൻ സിംഗിനെ ഗവർണർ ക്ഷണിച്ചു. വിവരങ്ങളുമായി മനൂർ ശങ്കർ ചേരുകയാണ്. മനു, ഇരു സംസ്ഥാനങ്ങളിലും സർക്കാർ രൂപീകരണത്തിന് ധാരണയായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ കൂടി. ഗ്രീഷ്മ, 5 സംസ്ഥാനങ്ങളിൽ 4ഇടത്തും ഒടുവിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസ് നൽകിയ ഹർജിയും നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ BJPയുടെ ഗോവൻ മുഖമായ മനോഹർ പരീക്കർ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 8 മന്ത്രിസഭയിൽ മുൻ ഉപമുഖ്യമന്ത്രി ഫ്രാൻസിസ് ഡിസൂസയും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. പ്രാദേശിക പാർട്ടികളായ ഗോവൻ ഫോർവേഡ് പാർട്ടി, അതോടൊപ്പം MGP എന്നിവിടങ്ങളിലെ 2 MLA-മാരെയും 2 സ്വതന്ത്ര MLA-മാരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാരായ വെങ്കയ്യ നായിഡു, നിതിൻ ഗഡ്കരി എന്നിവർ പനാജിയിലെ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ ക്ഷണിക്കാതെ BJP മുന്നണിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചതിനെതിരെ നേരത്തെ കോൺഗ്രസ് ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ ഈ ഹർജിയിൽ ഒരു സ്റ്റേ അനുവദിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എന്നാൽ മറ്റന്നാൾ 11 മണിക്ക് മനോഹർ പരീക്കർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മണിപ്പൂരിൽ BJPയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നജ്മ ഹെപ്തുള്ള ക്ഷണിച്ചു. നേരത്തെ ഇബോബി സിംഗ് മന്ത്രിസഭയിൽ അംഗമാവുകയും പിന്നീട് BJPയിലേക്ക് എത്തുകയും ചെയ്ത ബിരേൻ സിംഗിനെ നിയമസഭാ കക്ഷി നേതാവായി BJP തെരഞ്ഞെടുത്തിരുന്നു. അതിനാൽ നാളെ 11 മണിക്ക് ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP മുന്നണി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും. ഗ്രീഷ്മ, കുടിവെള്ളമില്ലാതെ കേരളീയർ നെട്ടോട്ടമോടുമ്പോൾ ദാഹമകറ്റാൻ ആശ്വാസമായിരുന്ന പുഴകളും ജലാശയങ്ങളുമാണ്. എന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നമായ ഭാരതപ്പുഴ വേനൽ എത്തുന്നതിന് മുമ്പേ നീർച്ചാലായി മാറിക്കഴിഞ്ഞു. കടുത്ത വരൾച്ചയുടെ സൂചനകൾ നൽകിയാണ് നിലയുടെ പോഷക നദികളിൽ പലതും ശോഷിച്ചില്ലാതാവുന്നത്. മലയാളിയുടെ സാംസ്കാരിക വികാരമായ ഭാരതപ്പുഴ ജലസമൃദ്ധിയിൽ ശോഷണം സംഭവിച്ച ഊർജ്ജശ്വാസം വലിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. തുടരെയുള്ള മണലൂറ്റും ജലചൂഷണവും ഭാരതപ്പുഴയെ തീർത്തും നിർജീവമാക്കിയിരുന്നു. കാലാവസ്ഥയിൽ വന്ന മാറ്റം മഴയിൽ കുറവ് വരുത്തിയതും വേനൽ കനത്തതും കേരളത്തിന്റെ പൈതൃകവും വഹിച്ച് ഒഴുകിയിരുന്ന നിളയെ ദുർബലമാക്കി. സംസ്കാരത്തിന്റെ തന്നെ ഒരു പ്രതീകമായിരുന്നു മുമ്പ് നിള അല്ലെങ്കിൽ ഭാരതപ്പുഴ. അതിങ്ങനെ ഈ ഒരു ദുരവസ്ഥയിൽ എത്തുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ ഈ ഒരു അവസ്ഥയെ പറയാൻ. നിയമങ്ങളെ തൃണവൽക്കരിച്ചുള്ള മണലൂറ്റാണ് മാമംഗത്തിന്റെ മണ്ണായിരുന്ന ഭാരതപ്പുഴയെ ഈ നിലയിലെത്തിച്ചത്. 175ലേറെ ഗ്രാമപഞ്ചായത്തുകളിലായി 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജലലഭ്യത കൂടിയാണ് ഇതിലൂടെ ഇല്ലാതായത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ദാഹമകറ്റിയിരുന്ന നിലയിൽ ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ജലമില്ലാത്ത അവസ്ഥയാണുള്ളത്. വേനൽക്കാലം എത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശോഷിച്ച് ഇല്ലാതാവുകയാണ് ഭാരതപ്പുഴ. വരാൻ പോകുന്ന കടുത്ത വേനലിന്റെ സൂചനകളാണ് ഇവയെല്ലാം. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്.